ഹായ് ഗൈസ്, നിങ്ങൾ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ആപ്പിന്റെ പോസിറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബിഗിനർക്ക് വളരെ എളുപ്പത്തിൽ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ. കാരണം ഇതിന്റെ യൂസർ ഫേസ് അത്രയും സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാം. പിന്നെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്ന കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ മെയിൻ എഡിറ്റിംഗ് ഇന്റർഫേസിലേക്ക് എത്തുന്ന കാണാൻ സാധിക്കും. അപ്പൊ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഡ്രിം എന്നൊരു ഓപ്ഷൻ ആണ്. അപ്പൊ ഡ്രിം എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്, ഡ്രിം ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് ആണ്. അപ്പൊ നമുക്ക് ഏത് മ്യൂസിക് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. കൂടാതെ ഒരുപാട് സൗണ്ട് എഫക്ട് ഈ ആപ്ലിക്കേഷനിൽ തന്നെ ലഭ്യമാണ്. ട്രാൻസിഷനുകൾ, ഫണ്ണി സൗണ്ടുകൾ, സൗണ്ട് എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും. അപ്പൊ അടുത്തൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാൻ സാധിക്കും. അതിൽ ഏത് ഫിൽറ്റർ വേണമെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എഫക്റ്റുകളാണ്. അപ്പൊ നമുക്ക് പലതരം എഫക്റ്റുകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഗ്ലിച്ച്, ബീറ്റ്, ബേസിക്, മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എഫക്റ്റുകൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അടുത്ത ടെക്സ്റ്റ് ആണ്. അപ്പൊ ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ഫൗണ്ടിലേക്ക് ഇത് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിന്റെ ലേബൽ സെലക്ട് ചെയ്യാൻ സാധിക്കും, അതിന്റെ ബോർഡർ സെലക്ട് ചെയ്യാൻ സാധിക്കും, അതിന്റെ കളർ സെലക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ടെക്സ്റ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഇതിലും ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്നത് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷനാണ്. ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ഒരുപാട് ഇമോജീസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ബ്ലർ, ഏതെങ്കിലും വീഡിയോന്റെ ഏതെങ്കിലും ഭാഗം ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബ്ലറിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നീട് വരുന്ന ഒരു ഓപ്ഷൻ പിപ്പ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ലെയേഴ്സ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ഈ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്തിട്ട് ക്രോമാ കീ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ സ്ക്രീൻ മാറ്റാൻ സാധിക്കും. പിന്നീട് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്പീഡ്, അതായത് വീഡിയോന്റെ സ്പീഡ് നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും വീഡിയോനെ മാറ്റാൻ സാധിക്കും. അപ്പൊ അതിന്റെ അപ്പുറത്ത് BG എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ ആ ഒരു ഓപ്ഷനിലൂടെ നമ്മുടെ സ്ക്രീൻ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് വീഡിയോന്റെ സ്ക്രീൻ സൈസ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അത്. അതിന്റെ അപ്പുറത്ത് റെക്കോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ആപ്പിലൂടെ തന്നെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതിന്റെ അപ്പുറത്ത് വോളിയം ഉണ്ട്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വോളിയം കുറയ്ക്കാനും കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ആണത്. പിന്നീടുള്ളത് റൊട്ടേഷൻ എന്നൊരു ഓപ്ഷൻ ആണ്. നമ്മുടെ വീഡിയോ ഏത് ആംഗിളിലേക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഫ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വീഡിയോ ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് അതിന്റെ അപ്പുറത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീഡിയോ ക്രോപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏത് ഭാഗം വേണമെന്നുണ്ടെങ്കിലും ക്രോപ്പ് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അതങ്ങനെ നിരവധി ഓപ്ഷൻസുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. ആപ്ലിക്കേഷന്റെ പേര് എന്ന് പറയുന്നത് യൂകട്ട് എന്നാണ്. ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂകട്ട് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്ന കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്ക് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.